ഹലോ ഗൈസ്, ഇന്ന് എക്സ്പ്രസ് 210 ഫസ്റ്റ് സർവീസ് ആണ്. 500 കിലോമീറ്റർ ഇല്ലെങ്കിൽ 60 ദിവസം കഴിയുമ്പോഴാണ് ഫസ്റ്റ് സർവീസ് ചെയ്യേണ്ടത്. എനിക്ക് രണ്ടും ഒരുമിച്ച് തന്നെ വന്നു. ഞാനിപ്പോൾ വണ്ടി മേടിച്ചിട്ട് 2 മാസം ആവുന്നേ ഉള്ളൂ. അറ്റ് ദി സെയിം ടൈം ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ 500 കിലോമീറ്റേഴ്സ് ഞാൻ ക്ലോക്കിൻ ചെയ്തു. സോ ഇറ്റ്സ് ടൈം ഫോർ ദ ഫസ്റ്റ് സർവീസ്. ഞാൻ ഷോറൂമാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് സർവീസ്. ജസ്റ്റ് വണ്ടി കൊണ്ടുപോയി കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോക്കകത്ത് നമ്മൾ വണ്ടിക്കകത്ത് എന്തൊക്കെ ചെയ്യും, സോ ഫസ്റ്റ് സർവീസിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. പിന്നെ അഫ്കോഴ്സ് അറ്റ് ദി എൻഡ് ഫസ്റ്റ് സർവീസിന് എനിക്ക് എത്ര ചാർജസ് ആയി എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. നമ്മളിപ്പോൾ വണ്ടി കൊടുക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സിംഗസാന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് സൗത്ത് ബാംഗ്ലൂരിലാണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. അവിടെ RT കൃഷ്ണ ഓട്ടോസ് എന്ന് പറയുന്ന സർവീസ് സെൻ്ററിലാണ് നമ്മൾ പോകുന്നത്. ഞാൻ എൻ്റെ വണ്ടി മേടിച്ചതും അതേ ഷോറൂമിൽ തന്നെയാണ്. തൂക്കിയല്ലോ നാഥ. കണ്ടല്ലോ, പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ ചെക്കിംഗ് ഒക്കെ നല്ലോണം കൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മന്ത് എൻഡിൽ മാത്രമേ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം എല്ലാ സമയം ഫുൾ ടൈം ഓടിച്ചിട്ട് ചെക്കിംഗ് ആണ്. അതുകൊണ്ട് വണ്ടിയുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. മര്യാദയ്ക്ക് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സേഫ് ആയിട്ട് ഓടിക്കുക. 1000 രൂപ സേവായി. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ വണ്ടി എടുത്ത ഷോറൂം. ഈ ഷോറൂം കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് പോയിട്ട് ലെഫ്റ്റ് എടുത്താൽ അവിടെയാണ് നമ്മുടെ സർവീസ് സെൻ്റർ ഉള്ളത്. പിന്നെ വേറൊരു കാര്യം, ഈ സർവീസ് സെൻ്ററിനകത്ത് കുറച്ച് നേരത്തെ വന്നിട്ട് നമ്മൾ ഈ സ്ലോട്ടും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യേണ്ട ഒരു ചടങ്ങുണ്ടായിരുന്നു. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം മുന്നേ, അതായത് ഇതിൻ്റെ പ്രീവിയസ് ഡേ ഞാൻ വന്നപ്പോൾ ലേറ്റ് ആയി. ഏകദേശം ഒരു 11 മണി 11:30 ആയപ്പോഴത്തേന് വന്നു. ഞാൻ എപ്പോൾ ആണെങ്കിലും വണ്ടി വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വന്നപ്പോൾ സ്ലോട്ട് ബുക്കായി എന്ന് പറഞ്ഞ് എനിക്ക് തിരിച്ചു പോകേണ്ട വന്നു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് 8:30-ക്കാണ് ഞാൻ പോയത്. 8:30-ക്ക് പോയിട്ട് ഞാൻ സ്ലോട്ടും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തു. 3ാമത്തെ വണ്ടിയായിരുന്നു എൻ്റെ. അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടി അവർ സർവീസ് ചെയ്യാൻ തുടങ്ങി. അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ സർവീസിങ് തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ സർവീസ് സെൻറ്റർ നിങ്ങളൊന്ന് കാണണം. ഈ വണ്ടിയൊക്കെ പൊളിക്കാൻ നമ്മൾ കൊണ്ടിടത്തില്ലേ, അതുപോലത്തെ ഒരു സ്ഥലം. ഈ ഒരു സ്ക്രാപ്പ് ആക്രിക്കട പോലെ ഒരു സ്ഥലമാണത്. അതിനകത്ത് ആവശ്യമാത്ത വണ്ടിയും കാര്യങ്ങളൊക്കെ അവർ പുറത്തിറക്കി. പിന്നെ സർവീസ് ചെയ്യുന്ന ഏരിയയും ആ റാമ്പും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയായി കഴിഞ്ഞാൽ ഇവർക്ക് സർവീസിങ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഇതിനെല്ലാം കൂടെ ഏകദേശം ഒരു 1.5 മണിക്കൂറായി. സർവീസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമ്മുടെ വണ്ടി ഇവർ നല്ലോണം വൃത്തിയാക്കി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വെക്കും. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, നമ്മുടെ വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് റിയൽ ടൈം ആയിട്ട് ഹീറോയിൻ്റെ ഒഫീഷ്യൽ ആപ്പിനകത്ത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. വെറുതെയാണ്, ഒരു കോപ്പമല്ല. അതായത് ഞാൻ എൻ്റെ വണ്ടി കൊണ്ടേ കൊടുത്ത സമയത്ത് ഇവർ ജോബ് കാർഡ് എന്ന് പറയുന്ന സാധനം ക്രിയേറ്റ് ചെയ്യും. അത് ക്രിയേറ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ആപ്പിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ തൊട്ട് തന്നെ ഇതിനകത്ത് സർവീസ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാണ് കാണിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ജോബ് കാർഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവർ വണ്ടി പണിയാൻ തുടങ്ങിയത്. പക്ഷെ അതിന് മുമ്പ് തന്നെ സർവീസ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ വണ്ടി നിങ്ങൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആപ്പിനകത്ത് റിയൽ ടൈം നമുക്ക് അപ്ഡേറ്റ്സ് ഒക്കെ ട്രാക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വണ്ടി കൊടുത്തിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ആപ്പിനോട്ട് റിലേ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സർവീസിലോട്ട് തിരിച്ചു വരാം. കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടപ്പനായിട്ടിരിക്കുന്ന വണ്ടീനെ അവർ റാമ്പിലോട്ട് കയറ്റി സെക്യൂർ ചെയ്ത് റാമ്പ് അങ്ങ് പൊക്കും. റാമ്പ് പൊക്കി കഴിഞ്ഞ ഉടനെ വണ്ടീൻ്റെ ഫസ്റ്റ് പ്രോബ്ലം സ്പോട്ട് ചെയ്തു. പ്രോബ്ലം അല്ല, ചെറിയൊരു ഇഷ്യൂ. അത് ഈ കാണുന്ന നട്ടില്ല, അത് ഈ പരുവത്തിൽ ഇങ്ങനെ ലൂസായി കിടക്കുമായിരുന്നു. അതെന്താ സംഭവം എന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ ABS-ന്റെ വയറ് സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നട്ടാണ്, അത്രേ ഉള്ളൂ. അത് ജസ്റ്റ് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നല്ലോ. എൻ്റെ അശ്രദ്ധ മൂലം ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടുപോയതാണത്. അത് ജസ്റ്റ് ടൈറ്റ് ചെയ്തു, ബ്രേക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ABS-ന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ആ നട്ടൊക്കെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരപ്പം തന്നെ വണ്ടിയുടെ പഴയ എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ തുടങ്ങി. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാൻ പോകുന്നത് ഹീറോയിൻ്റെ തന്നെ ഫുള്ളി സിന്തറ്റിക് ആയിട്ടുള്ള എക്സോട്ടിക് പ്ലസ് എന്ന് പറഞ്ഞ 10W30 എഞ്ചിൻ ഓയിലാണ്. ഇതിൻ്റെ കൂടെ തന്നെ അവർ എഞ്ചിൻ്റെ ഗ്യാസ്കറ്റും ഓയിൽ ഫിൽറ്ററും റീപ്ലേസ് ചെയ്യും. പിന്നെ എനിക്ക് ഈ വീഡിയോയ്ക്കകത്ത് അവർ സർവീസ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ആ സർവീസ് സെൻ്ററിനകത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ നല്ല രീതിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഞാനിത് കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നതല്ല. അവർക്ക് അവരുടേതായ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഫോളോ ചെയ്താൽ പറ്റും. പക്ഷേ അവർ നമ്മുടെ ബൈക്കിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് ആയിക്കോട്ടെ, പാർട്സ് ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഷെയർ ചെയ്യാനൊന്നും യാതൊരു കുഴപ്പമില്ല. ജസ്റ്റ് അവർ വർക്ക് ചെയ്യുന്നത് നമുക്കങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പഴയ ഗ്യാസ്കറ്റ് ഇരുന്ന സ്ഥലമൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ പുതിയ എഞ്ചിൻ ഓയിൽ ഒഴിക്കേണ്ട ചടങ്ങാണ്. പുതിയ എഞ്ചിൻ ഓയിൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ അളവെന്ന് പറയുന്നത് 1.35 ലിറ്റേഴ്സാണ് നമ്മുടെ എഞ്ചിനകത്തോട്ട് ഒഴിക്കേണ്ടത്. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ബോട്ടിലിനകത്ത് വരുന്നത് 1.25 ലിറ്റേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അവർ 100 ml അവർ എക്സ്ട്രാ അളന്ന് ടോപ്പ് ചെയ്താണ് നമുക്ക് അവർ ഒഴിച്ചു തരുന്നത്. എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് റീഫിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി ചെയിനിലോട്ട് കിടക്കുവാണ്. ചെയിൻ ക്ലീൻ ചെയ്യാനും ലൂബ്രിക്കേറ്റ് ചെയ്യാനും അവർ മറ്റേ ഹീറോയിൻ തന്നെ ക്ലീനറും ലൂബ്രിക്കേഷനുമാണ്, ലൂബുമാണ് അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ വലിയ ക്ലീനിങ് ഒന്നും പറയാനില്ലായിരുന്നു, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ചെയിൻ
അത്രയ്ക്ക് മോശം കണ്ടീഷനൊന്നും അല്ലായിരുന്നു, വലിയ അഴുക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ ക്ലീനർ അടിച്ചു, അതങ്ങ് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് അപ്പം തന്നെ ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് വണ്ടി അങ്ങ് ഇറക്കി. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. സർവീസ് ചെയ്ത് കഴിഞ്ഞ വണ്ടി അവർ റാമ്പിൽ നിന്ന് ഇറക്കിയിട്ട് ഫുള്ള് തുടച്ച് വൃത്തിയാക്കി പോളിഷ് ചെയ്ത് വെക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ദ മോസ്റ്റ് അവൈറ്റഡ് പാർട്ട്, എത്രയായി ഫസ്റ്റ് സർവീസിന് എത്രയായി എന്നുള്ള ബില്ല് എക്സ്പ്ലനേഷൻ. ഓക്കെ, ഞാൻ അങ്ങ് ബ്രീഫ് ചെയ്യാം ബില്ല്. ഫസ്റ്റ് തന്നെ ഷെഡ്യൂൾഡ് മെയിൻ്റനൻസ് കിറ്റ് എന്ന് പറഞ്ഞാൽ 160 രൂപയായിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് മറ്റേ ഗ്യാസ്കറ്റും ഓയിൽ ഫിൽറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഹീറോയിൻ്റെ എക്സോട്ടിക് എഞ്ചിൻ ഓയിൽ, അത് മറ്റേ അവർ എക്സ്ട്രാ 100 ml കൂടെ ടോപ്പപ്പ് ചെയ്തതും കൂടെ ചേർത്ത് എനിക്ക് 1458 റുപ്പീസ് ആയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് പ്രീമിയം വാക്സ്, ഷാംപൂ, സോപ്പ്, ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ അതിപ്പോൾ പാർട്സ് ഡീറ്റെയിൽസ് ആണ് ഞാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞ് ലേബർ ഡീറ്റെയിൽസ് ഉണ്ട്. ലേബർ ഡീറ്റെയിൽസോട്ട് വരുമ്പോൾ ആദ്യം തന്നെ വാട്ടർ വാഷിന് അവർ ഓൾറെഡി 143 രൂപ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഇവർ ഈ വാക്സിനും ഷാമ്പൂവിനും എക്സ്ട്രാ ഇട്ടിരിക്കുന്നത്. അത് കുഴപ്പമില്ല, എടുത്തോട്ടെ, സാരമില്ല. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റായിട്ട് ചെയിൻ ക്ലീനിങ്ങും ലൂബ്രിക്കേഷനും, അതിനെനിക്ക് 135 രൂപയായി. ഇതുവരെ എല്ലാം കറക്റ്റാണ്. ഇങ്ങനെ മാത്രമായിരുന്നെങ്കിൽ ബില്ല് പ്രോപ്പർ ആയേനെ. പക്ഷെ എനിക്കിത് മാത്രമല്ലായിരുന്നു. ബില്ലിനകത്ത് അവർ യൂസ് ചെയ്യാത്തൊരു പ്രൊഡക്റ്റ് ഈ ബില്ലിനകത്ത് അവർ നൈസായിട്ട് കുത്തിക്കയറ്റിട്ടുണ്ടായിരുന്നു. അതായത് PPT ബൈ ബർദാൽ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ്. അതെന്താണെന്ന് വെച്ചാൽ അതൊരു ഫ്യൂൽ അഡിറ്റീവ് ആണ്. ഓക്കെ, അത് എക്സ്ട്രാ ഒരു 266 രൂപയുടെ ഒരു ഫ്യൂൽ അഡിറ്റീവ് ഇതിനകത്ത് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതിനകത്ത് അവർ കുത്തിക്കയറ്റി തന്നു. അവരത് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു ക്ലിയർലി. കാരണം ഞാൻ ആ സർവീസ് മൊത്തം കണ്ടതായിരുന്നു. ഞാനത് അപ്പം ശ്രദ്ധിച്ചില്ല. അപ്പം ഞാൻ ബില്ല് കുറച്ച് തിരക്കാണ്ട് ബില്ല് കൊടുത്തിട്ട് ഞാനിങ്ങ് പോകുന്നു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ബില്ലെടുത്ത് നോക്കിയപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് തന്നെ. ഞാൻ അപ്പം തന്നെ അവരെ വിളിച്ചു. ഞാനത് എൻ്റെ കംപ്ലൈൻറ്റ് ഞാൻ റേസ് ചെയ്തു. ഇത് ഞാൻ ഉണരൂ ഉപഭോക്താവെ ഉണരൂല് കംപ്ലൈൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം അവർ പറഞ്ഞത് സാർ അതൊരു പ്രീമിയം വാക്സ് ആണെന്നാണ്. ഓക്കെ, 266 രൂപേൻ്റെ പ്രീമിയം വാക്സ്. അപ്പം ഞാൻ പറഞ്ഞ അവരുടെ അടുത്ത് ഇല്ല, ഞാനത് പ്രോപ്പറായിട്ട് റീസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇൻഫാക്ട് അത് ഹീറോയിൻ്റെ ഒഫീഷ്യൽ പ്രോഡക്റ്റ് പോലും അല്ല, അതൊരു ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റ് ആണ്. അത് കസ്റ്റമേഴ്സിൻ്റെ സ്പെഷ്യൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രം ഇവർ വരുത്തിച്ച് അവർ ഉപയോഗിക്കുന്ന സാധനമാണ്. ഞാനത് ചോദിച്ചിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ റേസ് ചെയ്തൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവർ ഓക്കെ സാർ, ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞ് അവർ അപ്പോളജൈസ് ചെയ്തു. എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഞാൻ കൊടുത്തു. അവരപ്പം തന്നെ എനിക്ക് റീഫണ്ട് ചെയ്ത് തന്നു. അപ്പോൾ അവരങ്ങനെ വലിയ ഇതൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ പ്രോബ്ലം ഇത്ര വേഗം സോൾവ് ആയതുകൊണ്ടും എനിക്കെന്താ പറയുക, അതൊരു ഓണസ്റ്റ് മിസ്റ്റേക്കാണ് എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതൊക്കെ ചേർത്ത് എനിക്ക് ആദ്യം ബില്ലിന് അമൗണ്ട് വന്നത് 2167 റുപ്പീസാണ് എനിക്ക് ആദ്യത്തെ ടോട്ടൽ വന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ 266 മൈനസ് ചെയ്യുകയാണെങ്കിൽ എത്രയോ വരും, അത് ഞാൻ ഇവിടെ ഇട്ടേക്കാം. അതാണ് എനിക്ക് ആക്ച്വലി ഫസ്റ്റ് സർവീസിന് എനിക്ക് വന്ന കോസ്റ്റ്. അപ്പോൾ ഇനി ഇതേപോലത്തെ ടൂട്ടൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും ഞാൻ താഴെ കൊടുത്തിരിക്കാം, ഡിസ്ക്രിപ്ഷനകത്ത് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് DM ആയിട്ടോ അയക്കാം. അപ്പോൾ ഓക്കെ, ബൈ.